അല്ല, അങ്ങനെ ഗുണ്ടകളെ കൈകാര്യം ചെയ്യാൻ ശക്തമായ നടപടി എടുത്തുകൊണ്ടാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ എന്നാ ധൈര്യമുണ്ട് എന്നെ പിടിച്ചോളാൻ പറയുന്നവരെ നിങ്ങൾ നോക്കിയാൽ മതി. ഇനി എന്താ വരാൻ പോകുന്നത്? പിണറായി വിജയന്റെ ഭരണം മാറിയതറിയാത്ത ഗുണ്ടാ നേതാവാണ് അർജുൻ ആയങ്കി എന്ന് പറയുന്നത്. ഇപ്പോഴും ആഭ്യന്തരം ഭരിക്കുന്നത് പിണറായി വിജയൻ തന്നെയാണെന്ന് തെറ്റിദ്ധരിച്ച ഈ ഗുണ്ടാ നേതാവ് ഇപ്പോഴും പല പിച്ചും പേയും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതോടെ ഇനി ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് മാധ്യമങ്ങൾ തന്നെ സൂചിപ്പിച്ചതിനടിസ്ഥാനത്തിൽ രമേശ് ചെന്നിത്തല ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഇനി ഒരു ഗുണ്ടയും ഇങ്ങനെ വലിയ വെല്ലുവിളി നടത്തി ഇവിടെ മുന്നോട്ട് പോകില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞ രമേശ് ചെന്നിത്തല അതോടെ അർജുൻ ആയങ്കിയുടെ ആപ്പീസ് പൂട്ടിച്ചു എന്ന് തന്നെ പറയാം. പോലീസിനെ വെല്ലുവിളിച്ച് വീണ്ടും അർജുൻ ആയങ്കി രംഗത്തെത്തിയത് വലിയ വാർത്തയാണ്. അത് പോലീസ് സേനയ്ക്ക് വലിയ നാണക്കേടുണ്ടാക്കി. പിണറായി വിജയൻ 10 വർഷം ഉണ്ടാക്കിയെടുത്തൊരു പോലീസ് സേനയ്ക്ക് ഇത്തരം ഗുണ്ടകളുടെ വെല്ലുവിളി ഒന്നൊരു പ്രശ്നമല്ലെങ്കിലും ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ രമേശ് ചെന്നിത്തലക്ക് അത് വലിയ പ്രശ്നം തന്നെയാണ്. അദ്ദേഹം നേരിട്ട് തന്നെ ഇടപെട്ടു. മാധ്യമപ്രവർത്തകർ ഓർമ്മപ്പെടുത്തുമ്പോൾ ഊന്നുകൽ CIക്കെതിരെയാണ് ഒളിവിലിരുന്ന് ആയങ്കിയുടെ വെല്ലുവിളി. കേസിൽ മുൻകൂർ ജാമ്യമെടുത്തിട്ടേ വരുമെന്നും പറ്റുമെങ്കിൽ പിടിക്കാൻ ആണ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ വെല്ലുവിളിച്ചിരിക്കുന്നത്. നേരത്തെ കോതമംഗലം CIയെയും സമൂഹ മാധ്യമങ്ങളിലൂടെ ആയങ്കി ഭീഷണിപ്പെടുത്തിയിരുന്നു. കീഴടങ്ങാനായിരുന്നു താൻ ഉദ്ദേശിച്ചത് എന്നും അപ്പോൾ തൻ്റെ സുഹൃത്തുക്കളുടെ ലൊക്കേഷൻ കണ്ടെത്തി ഭീഷണിപ്പെടുത്തുകയാണ്, ഹൈക്കോടതിയിൽ നിർത്തണമെന്നായിരുന്നു കരുതിയത്, എന്നാൽ ഇനി ജാമ്യമെടുത്തിട്ടേ താൻ പുറത്തു വരുമെന്നും അർജുൻ ആയങ്കി പോലീസിനോട് വെല്ലുവിളിക്കുകയും ഭീഷണി മുഴക്കുകയാണ് ചെയ്യുന്നത്. വാട്സപ്പിലൂടെ പോലീസ് ഉദ്യോഗസ്ഥനുമായി നടത്തിയ ചാറ്റും തൻ്റെ വെല്ലുവിളി സന്ദേശവുമൊക്കെ അർജുൻ ആയങ്കി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച് കളിക്കുകയാണ്. പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിക്കൂ, കള്ളക്കേസിൽ കുടുക്കിയതിന് കൊടുക്കാനുള്ളത് സമയത്ത് തന്നെ കൊടുക്കും, താൻ ഒരുപാട് പോലീസുകാരെ കണ്ടിട്ടുണ്ട്, നീയൊന്നും കാക്കി യൂണിഫോം ഇടാൻ അർഹനല്ലെന്നും അർജുൻ ആയങ്കി ഇങ്ങനെ വെല്ലുവിളിക്കുകയാണ്. പിണറായി വിജയൻ്റെ പോലീസാണ് ഇപ്പോഴും എന്നുള്ള ധാരണയിൽ കോതമംഗലം CIയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ അർജുൻ ആയങ്കിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തള്ളിയതാണ്. സംഘടിത കുറ്റകൃത്യത്തിന് ഗൂഢാലോചന നടത്തിയ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയതിന് പിന്നാലെയായിരുന്നു കോതമംഗലം CIയെ ആയങ്കി ഭീഷണിപ്പെടുത്തിയത്. സമാധാനമായി പെൻഷൻ വാങ്ങി ശിഷ്ടജീവിതം നയിക്കാൻ അനുവദിക്കില്ല എന്നായിരുന്നു അന്നത്തെ ഭീഷണി. എന്നാൽ ഇത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ശ്രദ്ധയിൽ ഇതെല്ലാം കൊണ്ടുവന്നു മാധ്യമങ്ങൾ. അർജുൻ ആയങ്കിക്കെതിരെ വീണ്ടും കേസെടുത്തു. അതോടെ തന്നെ പോലീസ് ഒളിവിലിരുന്ന് പോലീസിനെ വെല്ലുവിളിച്ച് ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ അർജുൻ ആയങ്കിക്കെതിരെ ഊന്നുകൽ പോലീസ് കേസെടുക്കുക മാത്രമല്ല എത്രയും പെട്ടെന്ന് പിടിച്ചകത്തിടാനാണ് നിർദ്ദേശം വന്നിരിക്കുന്നത്. കോതമംഗലം CIയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ അർജുൻ ആയങ്കി നൽകിയ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളിയതാണ്. ഇതിന് പിന്നാലെയാണ് അർജുൻ ആയങ്കി വീണ്ടും ഭീഷണിയും വെല്ലുവിളിയും ഒക്കെ നടത്തിയത്. മാത്രമല്ല രമേശ് ചെന്നിത്തല ചില ഓർമ്മപ്പെടുത്തലും കൂടി നടത്തിയിട്ടുണ്ട്. അതായത് ക്രിമിനൽ കേസുകളിലെ പ്രതി അർജുൻ ആയങ്കി പോലീസിനെ വെല്ലുവിളിച്ചതിൽ അതിശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് ആഭ്യന്തരമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ധൈര്യമുണ്ടെങ്കിൽ പിടിക്കാനായിരുന്നു ഈ ആയങ്കി എന്ന വ്യക്തി പോലീസിനെ വെല്ലുവിളിച്ചത്. എന്നാൽ ധൈര്യമുണ്ടേൽ പിടിക്കാൻ പോലീസിനോട് പറഞ്ഞവർക്ക് ഇനി എന്ത് വരാനാണ് പോകുന്നത് എന്ന് നിങ്ങൾ നോക്കിയാൽ മതിയെന്ന് മാധ്യമപ്രവർത്തകരോട് ചെന്നിത്തല പറഞ്ഞിരിക്കുകയാണ്. അതിനർത്ഥം അർജുൻ ആയങ്കിയുടെ ആപ്പീസ് പൂട്ടി എന്ന് തന്നെയാണ്. ഗുണ്ടകളെ നേരിടാൻ അതിശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുകയാണെന്നും രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രി പറഞ്ഞതോടെ അർജുൻ ആയങ്കിയുടെ ആപ്പീസ് പൂട്ടി എന്നുറപ്പിച്ചിരിക്കുന്നു. അല്ല, അങ്ങനെ ഗുണ്ടകളെ കൈകാര്യം ചെയ്യാൻ ശക്തമായ നടപടി എടുത്തുകൊണ്ടാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ എന്നാ ധൈര്യമുണ്ട് എന്നെ പിടിച്ചോളാൻ പറയുന്നവരെ നിങ്ങൾ നോക്കിയാൽ മതി. ഇനി എന്താ വരാൻ പോകുന്നത്? എല്ലാ മേഖലകളിലും സ്ത്രീ പ്രാതിനിധ്യം അല്ലെ 50% റിസർവേഷൻ സംസാരിക്കുന്നുണ്ട്. ഏത് അതിൻ്റെ സ്ത്രീകളുടെ എണ്ണം കൂട്ടാനുള്ള നടപടി തന്നെ നമുക്കുള്ളത്. നമുക്കതാ ഇപ്പം തന്നെ 63 പോലീസ് സ്റ്റേഷനുകളിൽ SHOമാരായിട്ട് നമ്മൾ സ്ത്രീകളെയാണ് നിയമിക്കുന്നത്. അല്ല, അത് നോക്കിയിട്ട് അല്ല DIGമാർക്ക് ഇപ്പം തന്നെ കൊടുക്കുന്നുണ്ടല്ലോ. സോണിലെ DGP ഉണ്ടായിരുന്നു.
അതാലോചിച്ചിട്ടില്ല, നോക്കാം നമുക്ക്. ഒന്നാമത് നമുക്ക് ADGPമാരുടെ എണ്ണം വളരെ കുറവാണ്. അല്ല, ഇതൊന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ വരാം, സംസാരിക്കാതെ. അപകടത്തിൽപ്പെട്ട ആളെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള നടപടി സ്വീകരിച്ചില്ല, ആ ജീപ്പിൽ പോലും കൊണ്ടുപോയി ആംബുലൻസ് പോലും വിളിക്കാൻ തയ്യാറായില്ല എന്നൊരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. തുടർന്ന് ഒരു ഓട്ടോ വാഹനത്തിൽ കയറ്റിയാണ് അപകടത്തിൽപ്പെട്ട ആളെ. തുമ്പേരാണോ? അത് ഞങ്ങൾ പരിശോധിക്കാം, നോക്കാം. കൽപ്പറ്റയിൽ ആക്ഷൻ എടുത്തുവെന്നു. അപ്പോൾ ഇത് കഴിഞ്ഞോ? ഇത് മൈ പോലീസ് സ്റ്റേഷൻ എന്നുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിനെ സഹായിക്കണം. മൈ പോലീസ് സ്റ്റേഷൻ ഞങ്ങളുടെ കുറ്റം പറയുന്നതോടൊപ്പം തന്നെ നല്ല കാര്യം കൂടെ പറയണം. കേരളത്തിൽ എല്ലാ പോലീസ് സ്റ്റേഷനും ഒരേ പെയിൻ്റ് അടിക്കുന്നു, എല്ലാ ആക്രി സാധനങ്ങളും മുഴുവൻ മാറ്റുന്നു, പോലീസിൽ പുതിയൊരു ഉന്മേഷം വരുന്നു. ആ കാര്യങ്ങളൂടെ ഒന്ന് പറയണം. അതെനിക്കറിയില്ല. കമ്പനി ഞാൻ അങ്ങനെ വിമർശിച്ചിട്ടുണ്ട്. അതെനിക്കറിയില്ല ഏത് കമ്പനിയാണ്. അല്ല, അതിപ്പോ ഓൾറെഡി അതൊക്കെ ആക്ച്വലി നമ്മൾ അതിൽ വെരി ക്ലിയർ ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് പുതിയത് 69 പോലീസ് സ്റ്റേഷൻസ് ഉണ്ട്. അത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള പോലീസ് സ്റ്റേഷൻസിൽ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മുടെ ഈ പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു വിവാദം വരില്ല അതിലേക്ക്. നമ്മളൊരു സ്ഥലം കണ്ടാൽ ഇത് പോലീസ് സ്റ്റേഷൻ വിവാദം വലിയ വരില്ല. രണ്ട് പ്രശ്നങ്ങളുണ്ടായത്. ഒന്ന്, ഈ എല്ലാ സ്റ്റേഷനിലും ഒരേ കളർ, പിന്നെ ഈ പറയുന്ന യൂണിഫോം തന്നെ പല കാക്കിയാണ്, അതിനെ ഒരുപോലെ കൊണ്ടുവരാൻ വേണ്ടി നോക്കി. അപ്പോഴാണ് പ്രശ്നം വന്നത്. പ്രത്യേക കമ്പനികൾക്ക് മാത്രമായിരിക്കും ഒരേ കളർ കൊടുക്കുക. ഞങ്ങൾ യൂണിഫോം ഒരുക്കാൻ തീരുമാനിച്ചില്ല. അല്ല, ഇതിന്റെ സാർ ഈ കാര്യത്തിൽ സാർ പോലീസ് സ്റ്റേഷൻസിന്റെ സ്പുറിസിംഗ് അപ്പ് ചെയ്യുമ്പോഴും അവിടുത്തെ അതിന് അതാത് സ്റ്റേഷൻസിൽ മാത്രം നടക്കുന്നതാണ്. ആ ജില്ലാ SP-മാരുടെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു താങ്കൾ സൂചിപ്പിക്കുന്ന പ്രകാരം നടക്കുന്നില്ല. ജില്ലാ സൂപ്രണ്ട് DPC-മാരുടെ നേതൃത്വത്തിൽ അവരുടെ പോലീസ് സ്റ്റേഷൻസിന്റെ ഉദ്യോഗസ്ഥർ കൂടി ഉൾപ്പെട്ട് ചെയ്യുന്നതാണ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു അപവാദം വരില്ല. അല്ല, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ വേക്കൻസി ഇല്ല. നമുക്ക് ഉള്ള അംഗഭംഗം നമുക്ക് സാങ്ഷൻ്റെ സ്ട്രെങ്ത് പ്രകാരം ആളുകൾ നമുക്കുണ്ട്. പക്ഷേ സാറ് സൂചിച്ച പ്രകാരം അത് ആവശ്യത്തിൽ ഇല്ല മാത്രമാണ്. അതിന് നമുക്ക് നേരത്തെ ഉള്ളപ്പോൾ കൂടെ സർക്കിൾ റൈറ്റേഴ്സ് എല്ലാം സ്റ്റേഷനിലെ ഭാഗം തന്നെ അതിൻ്റെ ആവശ്യമുള്ള നമുക്ക് പ്രൊപ്പോർഷനായിട്ട് മെറ്റാൽ അലോട്ട് ചെയ്തിട്ടുണ്ട്.